എത്തനോൾ മിശ്രിത പെട്രോൾ രാജ്യത്തെ കൂടുതൽ പമ്പുകളിലേക്ക് എത്തുകയാണ്. എന്തിനാണ് പെട്രോളിൽ എത്തനോൾ ചേർക്കുന്നത്? ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്? ഇന്ധനത്തിന് വില കൂടുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് മാധ്യമങ്ങളെല്ലാം നിരന്നു നിന്ന് ചോദിക്കുന്നത്. ഇതിൽ അഴിമതിയുണ്ടോ എന്ന ചോദ്യം അറിയാതെ പോലും ഒരു മാധ്യമവും ചോദിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ദി ഗഡ്കരി പ്ലാൻ അഥവാ E20 പെട്രോൾ എന്ന ഈ വമ്പൻ പദ്ധതിയിൽ ശരിക്കും അഴിമതിയുണ്ടോ? ഉണ്ട്, ഒരു കൊടിയ അഴിമതി. ഗതാഗത വകുപ്പ് മന്ത്രിയും BJPയുടെ സമുന്നത നേതാവുമായ നിതിൻ ഗഡ്കരിയുടെ മക്കളാണ് ഇന്ത്യയിലെ 2 എത്തനോൾ നിർമ്മിത പ്ലാന്റുകളുടെ ഉടമകൾ. സാരൻ ഗഡ്കരിയുടെ മാനസും നിതിൻ ഗഡ്കരിയുടെ സിയാനും. മഹാരാഷ്ട്രയിൽ ഗഡ്കരി കുടുംബത്തിന് ഏക്കർ കണക്കിന് കരിമ്പും തോട്ടങ്ങളുണ്ട്. അതിന്റെ ബൈ പ്രോഡക്ട്സ് കൊണ്ടാണ് എത്തനോൾ നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ എത്തനോൾ പ്ലാന്റായ പൂർത്തി പവർ ആൻഡ് ഷുഗർ ലിമിറ്റഡ് തുടങ്ങുന്നതും ഗഡ്കരി തന്നെയാണ്. 2023 ഇന്ത്യയിൽ തിരഞ്ഞെടുത്ത ഇന്ധന സ്റ്റേഷനുകളിൽ E20 പെട്രോൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. 80% പെട്രോളും 20%-ഓളം എത്തനോളും ഉൾക്കൊള്ളുന്ന ഇന്ധനമാണ് E20. E20 ഫ്രണ്ട്ലി വാഹനങ്ങളിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ തകരാറുണ്ടാക്കും. BJP സർക്കാർ പെട്രോളിന് പകരമായി E20 സ്ഥാപിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് അത് വാങ്ങാതെ നിവർത്തിയില്ല. വാഹനം ഓടിക്കണമെങ്കിൽ ഈ ഇന്ധനം നിറച്ചേ തീരും. എന്നാൽ ഇതിൽ ലാഭം കൊയ്യുന്നത് മന്ത്രിപുത്രന്മാരാണ്. സർക്കാർ ബാനറിൽ ഫ്രീ ആയി പ്രൊമോഷൻ നടത്തിയും ജനങ്ങളെ സുസ്ഥിര വികസനത്തിന്റെ പേര് പറഞ്ഞ് പറ്റിച്ചും കൊള്ള ലാഭമുണ്ടാക്കുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം നടത്താൻ പോകുന്ന E20 പെട്രോൾ അഴിമതി. എത്തനോളിന് വേണ്ടിയുള്ള ലോബിയും മന്ത്രിപദം അലങ്കരിക്കുന്നതിന് മുൻപ് തന്നെ നിതിൻ ഗഡ്കരി തുടങ്ങിയതാണ്. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെയെല്ലാം ഗഡ്കരിക്ക് അനുകൂലമായിരുന്നു. 2% താഴെയായിരുന്ന എത്തനോളിന്റെ വിഹിതം 20% വരെ വർദ്ധിപ്പിച്ചു. ഇതുകൊണ്ട് പൂർത്തി ഗ്രൂപ്പിനും അതിന്റെ കീഴിലുള്ള മാനസിനും സിയാനും നമ്മൾ അടിക്കുന്ന ഓരോ ലിറ്ററിന്റെയും കൊള്ള ലാഭ വിഹിതം കൃത്യമായി ചെന്നെത്തുകയും ചെയ്യുന്നുണ്ട്. വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ സർക്കാർ സ്പോൺസേഡ് കൊള്ള ഓരോ ഇന്ത്യക്കാരിലും ഉണ്ടാക്കാൻ പോകുന്നത്. കുറഞ്ഞ ഗുണനിലവാരത്തിലുള്ള പെട്രോൾ സാധാരണ പെട്രോളിന്റെ അതേ വിലയിൽ കിട്ടുന്ന അവസ്ഥ എന്താണോ അതാണിത്. E20 ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ മൈലേജ് ക്രമാതീതമായി കുറയും. മോഡേൺ വാഹനങ്ങളുടെ മൈലേജ് 5 മുതൽ 6 വരെയും പഴയ വാഹനങ്ങളുടെ മൈലേജ് 20% വരെയും ഇടിയും. ഇത് മാത്രമല്ല, എൻജിൻ, ഫ്യൂൽ ടാങ്ക് ഉൾപ്പെടെ വാഹനങ്ങളുടെ പല ഭാഗങ്ങളും തകരാറിലാവും. എന്ന് വെച്ചാൽ E20 ഇന്ധനം നിറച്ചത് കൊണ്ട് മാത്രം തകരാറിലാകുന്ന വാഹനങ്ങൾ നന്നാക്കാൻ ആയിരങ്ങളും 10,000ങ്ങളും ചിലവഴിക്കേണ്ടി വരും. എത്തനോൾ ചേർത്ത പെട്രോൾ വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുമെന്ന് 2021 നീതി ആയോഗ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മൈലേജ് 2% മുതൽ 6% വരെ കുറയുമെന്ന് ഓട്ടോമൊബൈൽ വ്യവസായം സമ്മതിക്കുന്നു. ഇതിനകം ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും എത്തനോൾ മിശ്രിത പെട്രോൾ തങ്ങളുടെ വാഹനങ്ങളിൽ ഉണ്ടാക്കിയ തകരാറുകൾ തുറന്നു പറയുന്നുണ്ട്. ലോകത്ത് മറ്റൊരു രാജ്യവും E10-ൽ നിന്ന് E20-ലേക്ക് മാറാൻ ഇത്രയും ധൃതി കാട്ടിയിട്ടില്ല. E20 ഇന്ധനം ഉപയോഗിക്കുന്ന ബ്രസീൽ, അമേരിക്ക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നത് E20 കോമ്പാക്റ്റബിൾ വാഹനങ്ങളാണ്. ഇന്ത്യയിൽ അത്തരം വാഹനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് തന്നെ 2023 മാത്രമാണ്. ഇന്ത്യക്കാർക്ക് അത്തരം വാഹനങ്ങൾ വാങ്ങാനുള്ള സമയം പോലും സർക്കാർ നൽകിയില്ല. എന്നാൽ ഈ വാദങ്ങളെയെല്ലാം പാടെ നിഷേധിക്കുകയാണ് ഗഡ്കരിയും സർക്കാരും. എൻ്റെ തലച്ചോറിൻ്റെ മൂല്യം പ്രതിമാസം 200 കോടിയാണ്. ഞാനാണ് എൻ്റെ മക്കൾക്ക് ബിസിനസ് ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നത്. സത്യസന്ധമായി സമ്പാദിക്കാൻ എനിക്കറിയാം. അഴിമതി ആരോപിക്കുന്നവരോട് ഗഡ്കരി എന്ന മന്ത്രിയുടെ മാസ് മറുപടി ഇതാണ്. 2018 ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നത് എത്തനോൾ ചേർക്കുന്നതോടെ പെട്രോൾ ലിറ്ററിന് 55 രൂപയാകുമെന്നായിരുന്നു. ശേഷം 2023 വൈദ്യുതിയും എത്തനോളും ചേർന്ന പെട്രോൾ 15 രൂപയാക്കുമെന്നായി. എന്നാൽ ഈ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ പാലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കുത്തഴിഞ്ഞ അഴിമതിയുടെ ചിത്രം കൃത്യമായി കാട്ടിത്തരികയും ചെയ്തു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കാനും പരിസ്ഥിതി സൗഹൃദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും കഴിയുമായിരുന്ന പദ്ധതിയെയാണ് ഗതാഗത മന്ത്രിയും BJP സർക്കാരും ചേർന്ന് സ്വന്തം കുടുംബത്തിന്റെ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. കോർപ്പറേറ്റ് വൽക്കരണവും വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടിയ ഇന്ത്യക്കാർക്ക് ഇതുവരെ കിട്ടിയത് ഏറ്റവും പ്രഹരമുള്ള അടി.